ഹമ്പം തിരക്ക് വീഡിയോ ആയി കേട്ടാ. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ജനത്തിരക്കായി. പിന്നെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ 11 മണിക്ക് നമുക്ക് സദ്യയുള്ള സെറ്റപ്പ് ഇവിടെ റെഡിയാണ്. എല്ലാ വർഷവും ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഒന്നാമത് ഇന്നത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കരമായ ചൂടാണ്. ആൾക്കാർക്ക് നടക്കാൻ പോയി അതിൻ്റെ ഇടയിൽ പൊങ്കാല ഇടുന്നു. പൊങ്കാല അടുപ്പിൽ ചൂടും കൂടെ ആകുമ്പോൾ ആൾക്കാർക്ക് ദാഹജലം കൊണ്ട് മുട്ടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പൊങ്കാല ഇടുന്നവർക്ക് ഇങ്ങനെ ഈ ഒരു തണുത്ത വെള്ളം കൊടുക്കുന്ന വലിയ ആശ്വാസമാണ് കേട്ടോ. പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ, ഒരുപാട് പേരുണ്ട്. നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്ന ഒരു ശിവരാത്രി മഹോത്സവ കാഴ്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒല്ലാൽ ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ പുറത്ത് പൊങ്കാല നടക്കുവാണ്. അപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ അന്നദാനപ്പുരയുടെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പുറകിൽ പാചകവും ഇവിടെ ഇപ്പം പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട്. പുറത്ത് നല്ലൊരു ക്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പുറത്ത് ഈ രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, കണ്ടില്ലേ. അപ്പം വെള്ളം തളിച്ചിട്ടില്ല എങ്കിൽ പോലും ഇവിടെ തിരക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പൊങ്കാല കാഴ്ചയും ഇതേ കണക്കുള്ള ഈ അന്നദാന കാഴ്ചയും എല്ലാം നമുക്കൊന്ന് കാണാം. കമോൺ. പൊങ്കാലയ്ക്ക് കണ്ടില്ലേ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് എത്തുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഈ ഒരു മഹാശിവരാത്രി ദിവസം. പൊങ്കാലക്കല്ലുകളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇപ്പം നിരന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടും അങ്ങോട്ടുള്ള പുറകിലോട്ടുള്ള ഭാഗങ്ങളും എല്ലാം പൊങ്കാലക്കല്ലുകളായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുക, കണ്ടില്ലേ, കൊതുമ്പും ചൂട്ടും ഒക്കെ ആയിട്ട്. അപ്പം അവർ അവർക്കുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കല്ലെടുത്ത് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടില്ലേ. ഇത് പൊങ്കാലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അവിടെ കുടിക്കാനുള്ള വെള്ളം ഇപ്പം രാവിലെ തന്നെ നല്ല ചൂടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെ എല്ലാവർക്കും ദാഹമൊക്കെ തുടങ്ങി കാണും. അപ്പോൾ അവിടെ കുടിക്കാൻ വെള്ളമൊക്കെ ഒരു സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ആ കാഴ്ചയിലോട്ടും പോകാം. അത് കഴിഞ്ഞിട്ട് രാവിലെയുള്ള പ്രഭാത ഭക്ഷണം ഇഡ്ഡലി സാമ്പാറും ഒക്കെ അവിടെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോയും കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കാണാം. നല്ലൊരു പുകയായി കേട്ടോ ഇവിടെ. ഇപ്പം വെള്ളം കൊടുത്ത് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ പൊങ്കാല ഇടാൻ വന്നവർക്കും എല്ലാവർക്കും ആയിട്ട് ദാഹജലം. ഇവിടെ വെള്ളം കൊടുത്തു തുടങ്ങിയതും ഭയങ്കര തിരക്കായി കേട്ടാ. ഒരുപാട് പേര് പാത്രങ്ങളുമായിട്ട് വന്നു. അപ്പം ഈ ഒരു നല്ല ഒരു ചൂടല്ലേ ഈ ഒരു കാലാവസ്ഥ. അപ്പം ഈ ഒരു ചൂടത്ത് ഇതാണ് വെള്ളം കുടിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല. വെള്ളം കൊടുത്തു തുടങ്ങിയതും വമ്പൻ തിരക്കായി കേട്ടാ. വമ്പൻ ക്യൂ കണ്ട. ഈ നിൽക്കുന്നവര് കണ്ട, ഇവരാണ് എല്ലാ വർഷവും ഇവിടെ വെള്ളം കൊടുക്കുന്ന ആൾക്കാർ. എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ഇവർ കൊടുക്കാറുണ്ട്. ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വെള്ളം കൊടുക്കാനായിട്ട്. കഴിഞ്ഞ വർഷവും ഇവരായിരുന്നു വെള്ളം കൊടുത്തത്. അതൊരു നല്ല കാര്യമാണ്. നല്ല ഈ ഒരു ചൂടത്തെ നോക്കി എത്ര പേരെന്ന് നോക്കിയാണ്. അപ്പം ഇത്രയും പേർക്ക് ഇതുപോലെ ജ്യൂസ് കലക്കി കൊടുക്കുക എന്ന് വെച്ചാൽ ജ്യൂസാണ് കേട്ടോ, മറ്റേ മാംഗോയുടെ അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ഈ ഒരു ചൂട് ശാന്തി വെള്ളം തളിക്കാനായിട്ട് വരുവാണ്. അവിടെ നല്ല തിരക്കാണ്. അന്നദാനത്തിനും രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനും എല്ലാത്തിനുമുള്ള തീർത്ഥം തളിച്ചിട്ടുണ്ട്. ഇത് പാൽപ്പായസമാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന, കണ്ടില്ലേ. ശാന്തി നല്ല തിരക്കിലാണ്. ശിവരാത്രിയുടെ ഭയങ്കരമായ പൂജയും കാര്യങ്ങളും ഒക്കെ ഉള്ള ദിവസമാണ്. ഇവിടെ നമ്മുടെ പ്രഭാത ഭക്ഷണം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ആൾക്കാരെ കയറ്റി വിട്ടു തുടങ്ങി. നല്ലൊരു തിരക്കായിരിക്കും ഇനി. സംഭവം കണ്ടില്ലേ. കമ്പം ക്യൂ ആയി കേട്ടാ. സാമ്പാർ എത്തി. അങ്ങനെ ഇവിടെ ഇഡ്ഡലി സാമ്പാറും കൊടുത്തു തുടങ്ങി. ചൂട് ഇഡ്ഡലിയും നല്ല ചൂട് സാമ്പാറും.
നല്ല ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. അതിന് പുറത്തോട്ടൊക്കെ ആൾക്കാർ കിടപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും ഫുഡ് എത്തിക്കണം. അത് നല്ലൊരു ടാസ്ക്കാണ്. സംഭവം വിഷയം നടക്കുവാണ്. സംഭവം ഹമ്പം തിരക്ക് വീഡിയോ ആയി കേട്ടാ. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ജനത്തിരക്കായി. നമ്മുടെ പ്രഭാത ഭക്ഷണ കൗണ്ടറാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഉള്ള ഫുഡ് സെറ്റാണ്. പിന്നെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ 11 മണിക്ക് നമുക്ക് സദ്യ തുടങ്ങും. അപ്പൊ അതിനുള്ള സെറ്റപ്പ് ഇവിടെ റെഡിയാണ്. സംഭവം ഇപ്പം ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം. എല്ലാ വർഷവും പൊങ്കാല ഇടുന്ന ആൾക്കാരൊക്കെ എല്ലാം ദാഹജലം, കൂടാതെ അത് പൗരസമിതിയാണ് കൊടുക്കുന്നത്. അതുകൂടാതെ പൊങ്കാല ഇടുന്നവർക്ക് പ്രഭാത ഭക്ഷണം, അത് അമ്പലം വകയാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലാൽ ശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് പരൂര് തന്നെ ഏറ്റവും വലിയൊരു മഹോത്സവമാണ്. പരൂര് മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിലുള്ള ഏറ്റവും വലിയൊരു ഒരു ഉത്സവമാണ് ശിവരാത്രി മഹോത്സവം. എല്ലാ വർഷത്തെ കൂടുതൽ തിരക്ക് ഈ വർഷം ഉണ്ടായിരുന്നു. എന്നാലും വന്ന ഭക്തജനങ്ങൾക്കെല്ലാം ആഹാരം കൊടുക്കുവാനും ദാഹജലം കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വീണ്ടും ഇത് തുടരുന്നതാണ്. എല്ലാ വർഷവും ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി അടുത്ത വർഷവും ഇതാണ് പ്രഭാത ഭക്ഷണവും അമ്പലത്തിന് പോയും, കൂടാതെ പൗരസമിതിക്കാർക്ക് വെള്ളം, ദാഹജലം, പൗരസമിതിക്കാർ ദാഹജലം എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഈ വർഷം കൊടുത്തു. ഇന്നത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കരമായ ചൂടാണ്. ആൾക്കാർക്ക് നടക്കാൻ അതിൻ്റെ ഇടയിൽ പൊങ്കാല ഇടുന്നു. പൊങ്കാല അടുപ്പിൽ ചൂടും കൂടെ ആകുമ്പോൾ ആൾക്കാർക്ക് ദാഹജലം കൊണ്ട് മുട്ടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വെള്ളം കൊടുക്കാതിരിക്കലും പറ്റത്തില്ല. കൊടുത്തേ പറ്റൂ. അത് ഈ വർഷവും അല്ല, എല്ലാ വർഷവും കൊടുത്തിരിക്കും. ഇനി വരുന്ന വർഷങ്ങളിലും കൊടുക്കുന്നതായിരിക്കും പൗരസമിതി. ഇവര് ഇത്രയും മണിക്കൂറുകളോളം വിളമ്പാൻ നിന്നിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. കണ്ടല്ലേ, ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശം, കൊല്ലാൽ ശിവക്ഷേത്രത്തിന്റെ. നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ലായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു. അതാണ് നമ്മൾ ലേറ്റ് ആയത് ഇങ്ങോട്ട് വരാൻ. ഇത് ഭണ്ഡാര അടുപ്പായിരുന്നു. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നാഗത്തറയാണ്. നാഗത്തറയിൽ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് നാഗത്തറ. ഇവിടെ പുള്ളുവൻ പാട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രി ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് പുള്ളുവൻ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൾക്കാർക്ക് വേണമെങ്കിൽ അതൊക്കെ നേർച്ചയായിട്ട് നടത്താനുള്ള സൗകര്യവും ഉണ്ട്. പൊങ്കാലയൊക്കെ ഇട്ട് തീർന്ന് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പ്. എന്തൊരു കാറ്റ്! കണ്ണടച്ചോ പൊടിയേറ്. ഹമ്പം കാറ്റ് കേട്ടാ. കണ്ടില്ലേ, എല്ലാരും പൊങ്കാലയിട്ട് പോയി.